തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനേ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനം ശുശ്രൂഷ ചെയ്യുന്ന ഓരോ ഇടങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ട്. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ കഴിഞ്ഞ കാലങ്ങളിൽ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ വ്യക്തിക്ക് ലഭിച്ച രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയ ലെറ്റർ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് എൽസി, എൻ്റെ വീട് തേലപ്പള്ളി. എനിക്ക് 6 മാസം മുമ്പ് തൊട്ട് തൊണ്ട കാറലും ഉണക്കവും തൊണ്ട വരണ്ടു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോഴേക്കും ചുമ വന്ന് വായി നിറയും, കൊഴുപ്പ് കൂടിയൊരു വെള്ളം പിന്നെ വായിൽ വന്ന് നിറയും, ഞാൻ ഛർദ്ദിക്കും. ഒരു യാത്ര പോലും പോകാൻ പറ്റാത്ത വിധം ഞാൻ തീർത്തും അവശയായിരുന്നു. രാവിലെ പള്ളിയിൽ പോകുമ്പോഴും അത്യാവശ്യം യാത്രയ്ക്ക് പോകുമ്പോഴും ഇഞ്ചി കഷ്ണം വായിലിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ അസുഖത്തിന് വേണ്ടി 4 ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു. 8 ദിവസം ആശുപത്രി കടന്ന് ചികിത്സിച്ചു. പല മരുന്നുകളും മാറി മാറി കഴിച്ചു. എന്നാലും മാറിയില്ല. ഞാൻ ദിവസം ഒരു 20-25 പ്രാവശ്യമെങ്കിലും ഈ കൊഴുത്ത ദ്രാവകം വായിൽ നിറന്ന് ഛർദ്ദിക്കുന്ന പീഡയുള്ള അത്ര വലിയൊരു രോഗിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടെലിവിഷനിലൂടെ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ വചനപ്രഘോഷണം കാണാനിട വന്നത്. അനേകം വ്യക്തികൾക്ക് ടെലിവിഷൻ പ്രോഗ്രാമിൻ്റെ സമയത്ത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യവും വിടുതലും കിട്ടുന്നത് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു. ഞാനും വിശ്വാസത്തോടെ ആ സമയത്തിരുന്ന് യേശുവേ എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. മാത്രമല്ല ഒരു മരുന്നും കഴിക്കാതെ ഇത് സുഖപ്പെട്ടാൽ ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി പിറ്റേ ദിവസം മുതൽ തന്നെ എൻ്റെ രോഗപീഠ എന്നെ വിട്ടുപോയി. ഇപ്പോൾ 2 മാസമായി എനിക്ക് ഒരു അസുഖവും ഇല്ല, ഒരു മരുന്നും കഴിക്കുന്നുമില്ല. എൻ്റെ അസുഖം പൂർണ്ണമായും മാറിപ്പോയിരിക്കുന്നു. എൻ്റെ യേശുവിന് കോടാനുകോടി നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു സഹോദരിയുടെ കഠിന പീഡകളെ യേശുക്രിസ്തു വചനം അയച്ച് സുഖപ്പെടുത്തിയ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ ബന്ധനങ്ങളോ പീഡകളോ രോഗങ്ങളോ ഭാരങ്ങളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിക്കുക. നിങ്ങൾ ഇരിക്കുന്ന ഭവനത്തിൽ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥാപനത്തിൽ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തി ഇതാ ഇപ്പോൾ വ്യാപരിക്കുകയാണ്. കണ്ണടച്ച് കരങ്ങളൽപ്പം ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഇപ്പോൾ ഈ മക്കൾ ഓരോരുത്തരുടെ മേൽ അങ്ങയുടെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ കർത്താവേ. രോഗമുള്ള ശരീരങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. മാറാ രോഗങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. എഴുന്നേൽക്കാൻ നിവൃത്തിയില്ലാതെ കിടക്കയിൽ കിടക്കുന്ന ഞങ്ങളുടെ മക്കളിലേക്ക് ഞങ്ങളുടെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ കർത്താവേ. എല്ലാ പൈശാചിക പീഡകളുടെ മേൽ ഞങ്ങളുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. പാരമ്പര്യ ബന്ധനങ്ങൾ വിട്ടുപോട്ടെ കർത്താവേ. ശാപത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു മാറിപ്പോട്ടെ കർത്താവേ. ദുഷ്ടാത്മ പീഡകൾ ഒഴിഞ്ഞു പോട്ടെ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറയുള്ള ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ യേശുവിൻ്റെ ആത്മാവ് നിറഞ്ഞ് അഭിഷേകമായി വ്യാപരിക്കട്ടെ. വചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ, സ്തുതിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, വിശ്വസിക്കാൻ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ പ്രാപിക്കാൻ ഇപ്പോൾ ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവ് സജ്ജീകരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പൗരോഹിത്യം എന്നതിനെക്കുറിച്ചാണ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം വ്യക്തികൾക്ക് പൗരോഹിത്യത്തെക്കുറിച്ചും പുരോഹിതരെക്കുറിച്ചും ഈ കാലഘട്ടത്തിൽ വളരെ തെറ്റായ ഒരു ധാരണയാണ് ലോകം സമ്മാനിച്ചിട്ടുള്ളത്. പല പുസ്തകങ്ങളിലൂടെയും പല മാസികകളിലൂടെയും
പല നേതാക്കന്മാരിലൂടെയും പലരുടെ പ്രബോധനങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും പലതരത്തിലുള്ള പന്തക്കുസ്ത ഗ്രൂപ്പുകാരുടെ ഉപദേശങ്ങളിലൂടെയും പൗരോഹിത്യത്തെക്കുറിച്ചുള്ള തെറ്റായ ദുരുപദേശം അനേകരുടെ മനസ്സിൽ നിറഞ്ഞ് അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വികലമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഞാൻ ചുറ്റിലും കാണുന്നത്. പ്രൈസ് ദ ലോർഡ്. എന്താണ് പൗരോഹിത്യം? എന്താണ് ദൈവം ഉദ്ദേശിച്ച പൗരോഹിത്യം? ഇതിനെക്കുറിച്ച് ദൈവവചനപ്രകാരമുള്ള ഒരു പ്രതിപാദ്യമാണ് ഇന്നിവിടെ നടത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം, അഹറോനെ പോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയല്ലാതെ ആരും സ്വമനസ ഈ പദവി ഏറ്റെടുക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ഇവിടെ ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ ഒരു നിയോഗവും ഉണ്ട്. അഹറോനെ പോലെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുകയല്ലാതെ ആരും സ്വമനസ ഈ പദവി ഏറ്റെടുക്കുന്നില്ല. ആരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്? മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ 13-ാം വാക്യം, പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ തൻ്റെ അരികിലേക്ക് വിളിച്ചു, അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. പൗരോഹിത്യത്തിലേക്ക് ദൈവം തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളവരെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തെരഞ്ഞെടുക്കുന്ന ഇങ്ങനെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ ദൈവം പിന്നീട് എന്താണ് ചെയ്യുന്നത്? ബൈബിളിൽ നാം കാണുന്നുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവജനത്തിൻ്റെ അവമാനം നീക്കുന്നതിനും ദൈവജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവം അവരെ നിറയ്ക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 47-ാമത്തെ അധ്യായത്തിൽ 5-6 വാക്യങ്ങൾ, ദൈവജനം വലിയ അവമാനത്തിനും കഷ്ടതയിലിരിക്കുകയാണ്. ഒരു വലിയ മലനായ ഗോലിയാത്ത് വലിയ ആക്രോശത്തോടുകൂടെ ദൈവജനത്തെ ഇൻസൾട്ട് ചെയ്യുകയാണ്, ദൈവജനത്തെ അവമാനിക്കുകയാണ്. ദൈവജനം തല താഴ്ത്തി ജീവിക്കുന്ന ഒരു അന്തരീക്ഷം. ദൈവജനം തല താഴ്ത്തി ജീവിക്കുന്നു. കാരണം ഈ മലനോട് എതിരിടാൻ ആരുമില്ല, ദൈവജനത്തിന് കൂടെ ആരുമില്ല. അപ്പോൾ ദൈവം തൻ്റെ ശക്തി ദാവീദ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ മേൽ പകർന്നു കൊടുത്തു. അവൻ തൻ്റെ യൗവനത്തിൽ കരമുയർത്തി കവണയിൽ കല്ല് ചേർത്തു. അത് ഗോലിയാത്തിന്റെ അഹങ്കാരത്തെ തകർത്തു. ആ മല്ലനെ അവൻ വെട്ടിയിട്ട വാഴത്തട പോലെ നിലത്ത് വീഴ്ത്തി. ആ മല്ലനെ വീഴ്ത്തി അവൻ ജനത്തിൻ്റെ അവമാനം നീക്കിക്കളഞ്ഞു. അതിനെക്കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു, തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവൻ്റെ വലതുകരം ശക്തമാക്കി. പ്രൈസ് ദ ലോർഡ്. ഒരു യുദ്ധവീരനെ കൊന്ന് തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ദാവീദിൻ്റെ വലതുകരത്തെ ശക്തിപ്പെടുത്തി. അപ്പം ദൈവത്തിൻ്റെ അധികാരം ദൈവം ഈ ദാവീദിൻ്റെ മേൽ പകർന്നു കൊടുക്കുന്നതാണ് നാം കാണുന്നത്. പ്രൈസ് ദ ലോർഡ്. എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ അധികാരം പകർന്നു കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ദൈവത്തിൻ്റെ ശക്തി പകർന്നു കൊടുക്കുന്നത്? ജനത്തിൻ്റെ അവമാനം നീക്കാൻ, 2 ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ. പ്രൈസ് ദ ലോർഡ്. ജനത്തിൻ്റെ അവമാനം നീക്കുന്നൊരു ദൈവമാണ് പൗരോഹിത്യത്തിൻ്റെ പിന്നിലുള്ള ദൈവം. പ്രൈസ് ദ ലോർഡ്. ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് പൗരോഹിത്യത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവം. ഹല്ലേലൂയ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു രംഗം കാണുവാൻ സാധിക്കും. ജനം മുഴുവൻ കഷ്ടതയിലും ഞെരുക്കത്തിലും കണ്ണുനീരിലും. ഫറവോയുടെ അടിമത്തത്തിൽ ജനം മുഴുവൻ മേലാളന്മാരുടെ ക്രൂരത നിമിത്തം കഷ്ടപ്പെടുകയാണ്. വലിയ അപമാനം, വലിയ പീഡനം. അവരുടെ നിലവിളി ദൈവത്തിൻ്റെ കർണപടങ്ങളിലേക്ക് ഉയർന്നു. ദൈവം ഇറങ്ങി വന്നു. ദൈവം ഹോറബ് മുൾപടർപ്പിൽ വെച്ച് മോശയെ വിളിച്ചു. മോശ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൈവം അവനെ തൻ്റെ ദാസനായി തെരഞ്ഞെടുത്ത് ജനത്തിൻ്റെ അടുത്തേക്ക് അയച്ചു. ഹല്ലേലൂയ. ഈ ജനത്തിൻ്റെ അടുത്തേക്ക് എന്ന ദൈവം, ജനത്തിൻ്റെ അടുത്തേക്ക് മോശയെ അയച്ച ദൈവം മോശയ്ക്ക് തൻ്റെ അത്ഭുതകരമായ ശക്തിയെ പകർന്നു കൊടുത്തിരുന്നു. അതാണ് യെശയ്യായുടെ പുസ്തകത്തിൽ 63-ാം അധ്യായത്തിൽ 12-13 വാക്യങ്ങൾ. അവിടുന്ന് തൻ്റെ മഹത്തായ ഭുജബലം മോശയുടെ വലത് കൈയിൽ പകരുകയും കടലിനെ കീറി മുറിച്ച് കടലിൻ്റെ അഗാധങ്ങളിലൂടെ തൻ്റെ ജനത്തെ നയിച്ച് തൻ്റെ നാമം അനശ്വരമാക്കാൻ വേണ്ടി ദൈവം ഇടപെട്ടു എന്ന് യെശയ്യാ 63:12-13 വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നു. തൻ്റെ നാമം അനശ്വരമാക്കാൻ വേണ്ടി മോശയുടെ വലതുകരത്തിന് ശക്തി പകർന്നു കൊടുത്ത് ചെങ്കടലിനെ കീറി മുറിച്ച ദൈവം എന്നാണ് ദൈവത്തെ അവിടെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്, അവിടെ നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം തൻ്റെ ശക്തി മോശയുടെ വലതു കൈയിലേക്ക് പകർന്നു കൊടുത്തു. ആ മോശ കരം ഉയർത്തിയപ്പോൾ ചെങ്കടൽ 2ആയി പിളർക്കപ്പെട്ടു. ജനം ആ ചെങ്കടലിൻ്റെ നടുവിലൂടെ കടന്നുപോയി. അതിനെക്കുറിച്ച് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 7, 8, 9 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ജലം നിറഞ്ഞു കിടന്നിരുന്നത് വരണ്ട ഭൂമി, ചെങ്കടലിൻ്റെ മധ്യത്തിൽ നിർബാധമായ പാത, ഇളകുന്ന തിരമാലകളുടെ സ്ഥാനത്ത് പുൽപ്പരപ്പ്.
അങ്ങയുടെ കരത്തിൻ്റെ പരിരക്ഷ അനുഭവിക്കുന്ന ജനം അങ്ങയെ സ്തുതിച്ചു. അത്ഭുത ദൃശ്യങ്ങൾ കണ്ട് ഒരൊറ്റ ജനമായി അതിലൂടെ കടന്നുപോയി. അവർ രക്ഷകനായ കർത്താവെ അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അവർ മേച്ചിൽ പുറത്തെ കുതിരകളെ പോലെയും കുത്തുള്ളി ചാടുന്ന കുഞ്ഞാട്ടിൻ കുട്ടികളെ പോലെയും കാണപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്താണ് ദൈവത്തിൻ്റെ ശക്തി മോശയുടെ കരത്തിലൂടെ പ്രകടമായപ്പോൾ ജനത്തിനുണ്ടായ വിടുതൽ, ജനത്തിനുണ്ടായ വ്യത്യാസം എന്താണ്? ദൈവത്തിൻ്റെ കരത്തിൻ്റെ പരിരക്ഷ അവർ അനുഭവിച്ചു. ഇന്ന് ദൈവത്തിൻ്റെ ജനം ദൈവത്തിൻ്റെ കരത്തിൻ്റെ പരിരക്ഷ അനുഭവിക്കാതെ അപമാനത്തിലും നിന്ദനത്തിലും കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ദൈവം തെരഞ്ഞെടുത്തവർ ദൈവത്തിൻ്റെ ശക്തിയെ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നതത്രേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുമ്പോൾ, ദൈവം ഒരു വ്യക്തിയുടെ മേൽ തൻ്റെ അധികാരത്തെ പകരുമ്പോൾ, ദൈവം ഒരു വ്യക്തിയെ തൻ്റെ ശക്തി കൊടുത്ത് അഭിഷേകം ചെയ്യുമ്പോൾ അത് ജനത്തിൻ്റെ അവമാനം നീക്കുന്നതിനും ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി അത്രേ. മോശയുടെ മേൽ അധികാരം പകർന്നു. മോശ ശക്തി ചെങ്കടലിന് തീരത്ത് ജനം അവമാനത്തിലും ജനം വലിയ നിന്ദനത്തിലും ജനം വലിയ കെണിയിലും അകപ്പെട്ടപ്പോൾ ആ ശക്തി മോശ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് ആ ശക്തി ദൈവത്തിൻ്റെ നാമത്തിൽ മോശ ഉപയോഗിച്ചു. കടലിന് നേരെ കൈ നീട്ടി മോശ കടലിന് നേരെ വടി നീട്ടി കടൽ രണ്ടായി കീറി മുറിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ആ ജനം അതിലൂടെ ഒരൊറ്റ ജനമായി കടന്നുപോയി. ജനത്തിൻ്റെ ഇടയിലെ ഭിന്നത മാറാൻ, ജനത്തിൻ്റെ അരിഷ്ടതാവസ്ഥ മാറാൻ, ജനത്തിൻ്റെ ഇടയിലെ വിഭാഗീയത മാറാൻ, ജനത്തിൻ്റെ അധോഗതി വിട്ടുമാറി പോകാൻ, അപമാനം വിട്ടുമാറാൻ, ജനശക്തി പ്രാപിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത, ദൈവത്തിൻ്റെ അഭിഷേകം പകർന്ന, ദൈവത്തിൻ്റെ ശക്തിയുള്ള ദൈവത്തിൻ്റെ അഭിഷിക്തർ ഈ അഭിഷിക്ത അധികാരം ഉപയോഗിച്ച് ജനത്തിന് വേണ്ടി ദൈവസന്നിധി നിലകൊള്ളണമെന്ന് ദൈവത്തിൻ്റെ വചനപ്രകാരം നാം മനസ്സിലാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശ അതുപോലെ ചെയ്തു. ജനം വലിയൊരു അപമാനത്തിൽ, വലിയൊരു ഞെരുക്കത്തിൽ ജനം വിടുതൽ പ്രാപിച്ച് ചെങ്കടലിൻ്റെ നടുവിലൂടെ ദൈവത്തിൻ്റെ കരത്തിൻ്റെ പരിരക്ഷ അനുഭവിച്ച് സ്തുതിച്ച് ഒരൊറ്റ ജനമായി കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ തന്നെയാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 46-ാമത്തെ അധ്യായത്തിൽ 5-6 വാക്യങ്ങൾ. ജോഷുവ എന്ന് പറയുന്ന ഒരു നേതാവിനെ ദൈവം തെരഞ്ഞെടുത്തു. അന്നും ജനത്തിന് കഷ്ടതയും അവമാനം ഉണ്ടായിരുന്നു. ആ ജനത്തിന് ചുറ്റിനുമുണ്ടായിരുന്ന അനേകം ജാതികളും അനേകം വംശങ്ങളും ഈ ദൈവജനത്തെ ചുറ്റിനും വളഞ്ഞ് അവരെ അവമാനിക്കുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ജോഷുവ ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷുവ ശക്തനായവനെ വിളിച്ചപേക്ഷിച്ചു. അത്യുന്നതനായ ദൈവത്തെ അവൻ വിളിച്ചു. ശക്തമായ കന്മഴ അയച്ച് ദൈവം ഉത്തരമരുളി. പ്രൈസ് ദി ലോർഡ്. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 46-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ശക്തമായ കന്മഴ അയച്ച് അവൻ അവർക്ക് ഉത്തരമരുളി. ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. അവൻ ജനത്തിൻ്റെ അവമാനത്തെ നീക്കി. ജനതകൾ അവൻ്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അവൻ ശക്തനായ ദൈവത്തെ പൂർണ്ണമായി പിൻചെന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവവിളിയുടെ ശക്തിയുടെ വലിയൊരു മർമ്മമാണ് പ്രഭാഷകൻ 46-6 വാക്യം. അവൻ ശക്തനായവനെ പൂർണ്ണമായി പിൻചെന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നും കർത്താവ് വിളിക്കുന്ന ഒരു പൈതൽ കർത്താവിനോട് ചേരുകയും കർത്താവിൻ്റെ ആത്മാവിനെ ആശ്രയിക്കുകയും ശക്തനായവനെ പൂർണ്ണമായി പിൻചെല്ലുകയും ചെയ്താൽ, പ്രിയപ്പെട്ട ദൈവജനമേ, പ്രിയപ്പെട്ട ദൈവ പൈതലെ, തെരഞ്ഞെടുക്കപ്പെട്ട ഓരോരുത്തരുമേ, ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ആ കരങ്ങളിലൂടെ വ്യാപരിക്കും. ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ആ ആദരങ്ങളിലൂടെ വ്യാപരിക്കും. ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ആ വ്യക്തിയിലൂടെ വ്യാപരിക്കും. ജനത്തിൻ്റെ ശക്തി വർദ്ധിക്കും. ജനത്തിൻ്റെ അവമാനം നീങ്ങും. കർത്താവിൻ്റെ കരത്തിൻ്റെ പരിരക്ഷ ജനം അനുഭവിക്കാൻ ഇടവരികയും ചെയ്യും. പുതിയ നിയമത്തിൽ ഈശോ അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുക്കുന്നുണ്ട്. ഈശോ അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്ത് അപ്പോസ്തലന്മാരെ അരികിലേക്ക് വിളിക്കുന്ന ഈശോ എന്താണ് ചെയ്യുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 1-ാം വാക്യം, അവൻ 12 പേരെയും അടുത്ത് വിളിച്ച് പിശാചുകളെ ബഹിഷ്കരിക്കാനും സകല രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം പകർന്നു കൊടുത്തു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായം 23-ാം വാക്യം, അവൻ അവരുടെ മേൽ ഊതിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. അപ്പോസ്തലന്മാരുടെ മേൽ രോഗങ്ങൾ സുഖപ്പെടുത്താൻ അധികാരം കൊടുത്ത്, അപ്പോസ്തലന്മാരുടെ മേൽ പിശാചുകളെ ഒഴിപ്പിക്കാൻ അധികാരം കൊടുത്ത്, അപ്പോസ്തലന്മാരുടെ മേൽ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരം കൊടുത്ത്. അപ്പോസ്തല പ്രവർത്തനത്തിൽ കാണുന്ന മറ്റൊരു രംഗമുണ്ട്. ഈ അപ്പോസ്തലന്മാർ സുവിശേഷം പ്രസംഗിച്ച് മാനസാന്തരപ്പെട്ട് മാമോദിസം മുങ്ങി ദൈവവൈതലായി തീരുന്ന ഒരു ദൈവവൈതലിൻ്റെ മേൽ കൈകൾ വെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു നിറയുന്നു. കൈകൾ വെച്ച് പരിശുദ്ധാത്മാവിനെ കൊടുക്കാനുള്ള അധികാരം അപ്പോസ്തലന്മാരുടെ മേൽ നൽകപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപങ്ങൾ ക്ഷമിക്കാൻ, പരിശുദ്ധാത്മാവിനെ നൽകാൻ, പിശാചിനെ ബഹിഷ്കരിക്കാൻ, രോഗങ്ങൾ സുഖപ്പെടുത്താൻ, പ്രപഞ്ചത്തിൻ്റെ മേലും ഭൂമിയുടെ മേലും മനുഷ്യൻ്റെ മേലും ആത്മാവിൻ്റെ മേലും അധികാരം, ദൈവിക അധികാരം ദൈവം തിരഞ്ഞെടുത്തവർക്ക് ദൈവം പകർന്നു കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യം, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല, വലിയ ശക്തി കൊടുക്കുകയാണ്. ഇതുകൊണ്ടൊന്നും യേശുക്രിസ്തു നിർത്തുന്നില്ല. യേശുക്രിസ്തു വീണ്ടും പറയുകയാണ്, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. തൻ്റെ അധികാരം പകർന്നു കൊടുക്കുക മാത്രമല്ല, തൻ്റെ തന്നെ പൂർണ്ണ സാന്നിധ്യം യുഗാന്ത്യം വരെ തൻ്റെ അപ്പോസ്തലൻ, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ബൈബിളിൽ. പ്രൈസ് ദി ലോർഡ്. അവൻ അവരോടുകൂടെ വ്യാപരിക്കുകയും അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും അവരുടെ വചനത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തുവെന്ന് മാർക്കോസിന്റെ സുവിശേഷം വായിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ അധികാരം പകർന്നു കൊടുക്കുകയും യുഗാന്ത്യം വരെ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവരോടുകൂടെ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നാം കാണുന്ന എങ്ങനെയാണ്, ദൈവം തെരഞ്ഞെടുത്ത് തൻ്റെ അഭിഷേകത്തെ പകർന്ന് തൻ്റെ അഭിഷിക്തനാക്കുന്ന തൻ്റെ ദാസനിലൂടെ സ്വർഗത്തിൻ്റെ ശക്തി പ്രവഹിക്കുകയും അതുവഴി ജനത്തിൻ്റെ അവമാനത്തെ നീക്കി ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിച്ച് ജനം കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ പരിരക്ഷ അനുഭവിച്ച് ഒരൊറ്റ ജനമായി ദൈവത്തെ ആരാധിക്കുന്ന ജനമായി ഇരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അത്രേ ദൈവം കാലാകാലങ്ങളിൽ തെരഞ്ഞെടുക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ കാലഘട്ടത്തിൽ അവിടെ നൽകിയ തെരഞ്ഞെടുപ്പുകൾ പാഴായി പോകാതിരിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ വ്യതിചലിച്ച് അതും ഇതും ചെയ്ത് ജീവിതം മുഴുവൻ നശിപ്പിച്ച് കളയുന്ന ഏതെങ്കിലും തരത്തിലുള്ള തിന്മയിലോ അപഭ്രംശത്തിലോ അകപ്പെടാതിരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ദാസന്മാരെയും തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ദാസിമാരെയും മുഴുവൻ ദൈവവേലക്കാരെയും ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അവിടെ നിന്ന് ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷീണിതർ, പിന്മാറ്റത്തിലേക്ക് പോയവർ, ഉണർവില്ലാത്തവർ, മങ്ങിപ്പോയവർ, തളർന്നിരിക്കുന്നവർ, എല്ലാ ദൈവവേലക്കാരും ദൈവം തിരഞ്ഞെടുത്ത സകലരും ഇപ്പോൾ ഉണർവ് പ്രാപിക്കട്ടെ, വലിയ അഭിഷേകം പ്രാപിക്കട്ടെ. സഭയുടെ ഉണർവിന് വേണ്ടി, സഭാ സമൂഹത്തിൻ്റെ ഉണർവിന് വേണ്ടി, ഓരോ പ്രദേശത്തിൻ്റെ ഉണർവിന് വേണ്ടി, ദൈവജനത്തിൻ്റെ ഉണർവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇപ്പോൾ ഉണർവ് പ്രാപിക്കട്ടെ. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മിഷണറിമാർ ഉണരട്ടെ, സുവിശേഷ വേലക്കാർ ഉണരട്ടെ, അൽമായ ശുശ്രൂഷകർ ഉണരട്ടെ, സിസ്റ്റേഴ്സ് ഉണരട്ടെ, വൈദികർ ഉണരട്ടെ. എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ടതും ശക്തി പ്രാപിക്കട്ടെ, അഭിഷേകം പ്രാപിക്കട്ടെ, പുതുജീവൻ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. തൻ്റെ ജനത്തെ എല്ലാ സാഹചര്യങ്ങളിലും സകല തിന്മകളിൽ നിന്നും വിടുവിക്കുന്നവനായ കർത്താവ് ഇതാ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്നു. ഈ നിമിഷങ്ങളിൽ പ്രിയപ്പെട്ട മകനെ, മകളെ, കർത്താവിനോട് പ്രാർത്ഥിക്കുക. ലോകമെമ്പാടുമുള്ള എല്ലാ വൈദികരോടും ചേർന്ന്, ലോകമെമ്പാടുമുള്ള എല്ലാ മെത്രാൻ സംഘങ്ങളോടും കർദിനാൾ സംഘങ്ങളോടും ചേർന്ന്, പരിശുദ്ധ പിതാവിനോട് ചേർന്ന് ഓരോ കുടുംബത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പസ്തോലിക സഭയുടെ കൂട്ടായ്മയിൽ പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് എല്ലാ അഭിഷിക്തരോടും ചേർന്ന് കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിപീഠങ്ങളിലെ വിശുദ്ധ കുർബാനകളോട് ചേർന്ന് ഓരോ നിയോഗങ്ങളും കാഴ്ചവെച്ചപ്പോൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ കുടുംബങ്ങളുടെ മേൽ അത്ഭുത ശക്തി പ്രവഹിക്കട്ടെ. കർത്താവേ, ഇപ്പോൾ തകർന്നിരിക്കുന്ന ഹൃദയങ്ങളുടെ മേൽ അത്ഭുത പ്രവാഹം ഉണ്ടാകട്ടെ. രോഗികൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കട്ടെ. പലതരത്തിലുള്ള ഭയങ്ങളാലും ഭാരങ്ങളാലും നിരാശകളാലും കുറ്റബോധത്താലും ഞെരുങ്ങുന്ന ഓരോ കുടുംബങ്ങളിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശക്തി അയച്ച് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ കെട്ടുകൾ അഴിഞ്ഞുമാറി പോകട്ടെ, ദുശീലങ്ങളുടെ കെട്ടുകൾ അഴിഞ്ഞുമാറി പോകട്ടെ, പാപത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞുമാറി പോകട്ടെ, പിശാചിൻ്റെ കെട്ടുകൾ അഴിഞ്ഞുമാറി പോകട്ടെ, ശാപത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞുമാറി പോകട്ടെ. എല്ലാ ദുർപീഡകൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. പാരമ്പര്യ ബന്ധനങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. കുടുംബങ്ങളെ തകർക്കുന്ന തകർച്ചാ ശക്തികൾ യേശുനാമത്തിൽ നിർവീര്യമാകട്ടെ. കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഗർഭസ്ഥ ശിശുക്കളെ യേശുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിദ്യാർത്ഥിനികളെ യേശുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാരെ യേശുനാമത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. അവിശ്വാസത്തിലും ദുർബുദ്ധിയിലും വികടചന്തയിൽ ഇരിക്കുന്ന ദുർവൃത്തി ജീവിക്കുന്ന ഓരോ മകനെയും ആശീർവദിക്കുന്നു. തിന്മയുടെ കെട്ടുകൾ അഴിഞ്ഞുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, മാറാനാത്ത. എൻ്റെ പേര് പോളി, ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വന്ന് ഞായറാഴ്ച വന്ന് ധ്യാനം കൂടിയെങ്കിലും അന്ന് എനിക്ക് ധ്യാനം കൂടാൻ സാധിച്ചില്ല. കാരണം വചനം കേൾക്കാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ചെവി പൊട്ടി വലിച്ചു തുടങ്ങിയിട്ട് ചുരുങ്ങിയത് ഒരു 37 വർഷങ്ങളായി കാണും. 37 വർഷമായെങ്കിലും ഞാൻ ഇതിനിടയ്ക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി ചികിത്സ നടത്തിയെങ്കിലും എനിക്ക് ഒരു കുറവുണ്ടായില്ല.
ഡോക്ടർമാർ പറഞ്ഞാൽ വെച്ചാൽ ചെവി ഓപ്പറേഷൻ ചെയ്താലും ചിലപ്പോൾ കേൾവി നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിന് നിന്നില്ല. അങ്ങനെ ഇതും വെച്ച് ഞാൻ പല സ്ഥലങ്ങളിലും ജോലിക്ക് പോയി, ഗൾഫിൽ പോയി. അവിടെയും എനിക്ക് ഈ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. സഹോദരയുടെ മുമ്പിലും നിൽക്കാനും ഒരു കുർബാന ശരിക്കും കാണുവാനും പോലും എനിക്ക് സാധിക്കുന്നില്ല. കാരണം ഈ ചെവി പെട്ടി വലിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു അസ്വസ്ഥത തോന്നി, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ വന്ന് ഈ അട്ടപ്പാടിയിൽ വന്ന് ഇങ്ങനെ ധ്യാനമുണ്ട്, എൻ്റെ ഭാര്യയാണ് എന്നെ പറഞ്ഞു വിട്ടത്. ഇവിടെ വന്നൊരു ധ്യാനമുണ്ട് കൂടെ അതെല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് കയറി. ഞായറാഴ്ച വന്ന് ധ്യാനം കൂടിയെങ്കിലും എനിക്ക് ധ്യാനം കൂടാൻ പറ്റിയില്ല. കാരണം ചെവി പൊട്ടി വലിക്കുന്നതുകൊണ്ട് എനിക്ക് അസ്വസ്ഥത കൂടി ഞാൻ പുറത്തിറങ്ങി പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. തിങ്കളാഴ്ചത്തെ ഈ കുർബാനയ്ക്ക് മുപ്പാടുള്ള സ്തുതിപ്പിന് എൻ്റെ ചെവിയുടെ ഉള്ളിൽ കൂടെ എന്തോ ഒരു സൗണ്ടും ഒച്ചപ്പാടത്തൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചെവി രണ്ടാമതും പൊട്ടി വലിക്കാൻ പോയായിരിക്കും എന്ന് വെച്ച് ഞാൻ ഇറങ്ങി പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു വേദന കാര്യങ്ങളൊക്കെ തോന്നി. അതോടുകൂടി എൻ്റെ ചെവി പൊട്ടി വലിക്കുക, അതോടുകൂടി അവിടെ നിന്നു. ഒരു ഒന്നും എൻ്റെ ചെവിയിൽ നിന്ന് പൊട്ടി വലിക്കാനോ ഒരു ഇതും എൻ്റെ ഇതിലുണ്ടായിട്ടില്ല. അതിനുശേഷം ഒട്ടും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഇന്നവരെപ്പോഴും ഉണ്ടായിട്ടില്ല. എന്തതിശയമേ ദൈവത്തി സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങ സിന്ധു സമാനമ സന്തത കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തി സ്നേഹം എത്ര മനോഹരമേ. എൻ്റെ പേര് ബിന്ദു, ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നു. എനിക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു, തലയിൽ നിന്ന് ഇടത്തെ ചെവിയിലേക്ക് വരുന്ന ഞരമ്പിൽ ബ്ലോക്കായിരുന്നു. അപ്പോൾ ഈ ചെവിയുടെ കേൾവി ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ പെട്ടെന്ന് തല ഇറങ്ങി വീഴും, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സിനെ കാണിച്ചു, തലയുടെ MRI CT ഒക്കെ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇത് മാറില്ല, ഈ അസുഖം കേൾവി ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കും, ഈ അസുഖം ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഈ വൈകുന്നേരം റാഫേൽ ബ്രദർ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു നിൻ്റെ ചെവിക്ക് കേൾവി ശക്തി തിരിച്ചു കിട്ടിയിരിക്കുന്നു. അപ്പോൾ ബ്രദർ ഈ വലത്തെ ചെവി അടച്ചു വെച്ചിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റി. ബ്രദർ പറഞ്ഞു ഇനി ഒരിക്കലും തലകറക്കം ഉണ്ടാവില്ല എന്ന്. എത്ര വർഷമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നാണ്? ഈ ഡിസംബറിലേക്ക് 3 വർഷമാവും. ചെവിക്ക് എന്തായിരുന്നു? ചെവി കേൾവിയില്ലാതിരിക്കായിരുന്നോ? ഇല്ല, ഈ ഞരമ്പ് ബ്ലോക്കാണ്, ഇടത്തെ ചെവിയിലേക്ക് വരുന്ന ഞരമ്പ്. അതിന്റെ ഫലമായിട്ട് ചെവി കേൾവി കേൾവി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ശരിക്കും കേട്ടു. പിന്നെ ഇപ്പം ഇന്ന് ശരിക്കും കേട്ടു. പിന്നെ പെട്ടെന്ന് തല ഇറങ്ങും, ഭയങ്കരമായിട്ട് ഛർദ്ദിക്കും. ആ നേരത്ത് മരിക്കുന്ന പോലെ ഒരു വെപ്രാളായിരിക്കും ഉള്ളില്. പക്ഷെ ഈശോ അത് അത്ഭുതകരമായി സുഖപ്പെടുത്തി. കാരണം വലത് ചെവി അടച്ചിട്ട് പറഞ്ഞതെല്ലാം ശരിക്കും കേട്ട്. പ്രൈസ് ദി ലോർഡ്. നന്നായിട്ട് കൈയടിച്ച് ഈശോയെ മഹത്വപ്പെടുക. ആഹ്ലാദത്തോടെ വലിയ സന്തോഷത്തോടെ പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും.